നമ്മൾ ഈ ചാനലിൽ കൂടുതലൊന്നും പരീക്ഷിച്ച് നോക്കാത്തൊരു ടൈപ്പ് സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടാവോ ഇല്ലയെന്ന് എനിക്ക് പറയാനായി പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഇതുപോലെയുള്ള കഥകൾ ഞാൻ കൂടുതൽ പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ എനിക്ക് ഈ സിനിമ ഇഷ്ടമായി, കുഴപ്പമില്ല, നല്ലൊരു സിനിമ തന്നെയാണ്. ഞാനും ഇതുപോലെയുള്ള സിനിമകൾ അധികമൊന്നും കാണുന്നതല്ല. പക്ഷേ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. ചിലപ്പോൾ അത് പറഞ്ഞാൽ എൻ്റെ ജീവന് തന്നെ ആപത്തായിരിക്കും. പക്ഷേ എന്നാലും എനിക്കത് പറഞ്ഞേ പറ്റൂ. എന്നാൽ അതെന്താണെന്നറിയണേൽ നിങ്ങൾ അവിടം വരെ കണ്ടേ പറ്റൂ. നിങ്ങളിത് മുഴുവൻ കാണാനായി ഞാൻ വെറുതെ കത്തിയടിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചിലപ്പോൾ നിങ്ങളും ഞാൻ പറഞ്ഞ പോലെ തന്നെ, എനിക്ക് തോന്നിയ പോലെ തന്നെയൊക്കെ നിങ്ങൾക്കും തോന്നും. സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒരു വീട് വിറ്റ് കൊടുക്കാനായി നമ്മുടെ ഹീറോ മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ വീട് വിൽക്കാനായുള്ള ഓരോ പരിപാടികൾ ചെയ്യുമ്പോഴാണ് വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ആളുടെ മുന്നിലേക്ക് വരുന്നത്. പിന്നെ അങ്ങോട്ട് ഈ പ്രശ്നങ്ങളെല്ലാം നികത്തി പറഞ്ഞ പണിയും തീർത്ത് എങ്ങനെയാലും നാട് കണ്ടുപിടിക്കാൻ കഷ്ടപ്പെടുന്ന ഹീറോയാണ് പിന്നെ നമുക്ക് കാണാനായി പറ്റുന്നത്. എന്നാൽ പിന്നെ നമുക്ക് 2012 റിലീസ് ചെയ്ത ദ വുമൺ ഇൻ ബ്ലാക്ക് എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഏതോ ഒരു വീടിൻ്റെ മച്ചിൻ്റെ മേലെ ഇരുന്ന് 3 പെൺകുട്ടികൾ അങ്ങനെ കളിക്കുകയാണ്. കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവരെ ആരോ നോക്കുന്ന പോലെയോ അങ്ങോട്ടാരോ വരുന്ന പോലെയോ ഒക്കെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. പിന്നെ അവർ മെല്ലെ എഴുന്നേറ്റ് അവരുടെ കളിപ്പാട്ടങ്ങളെല്ലാം ചവിട്ടി മെതിച്ച് അതെല്ലാം കേടാക്കിക്കൊണ്ട് നശിപ്പിച്ചുകൊണ്ട് ജനലിനടുത്തേക്കാണ് ചെല്ലുന്നത്. 3 പേരും ഒരേപോലെ തന്നെ ജനലും തുറന്നുകൊണ്ട് പിന്നെ താഴേക്ക് ഒരൊറ്റ ചാട്ട. കുട്ടികളുടെ അമ്മയെല്ലാം നിലവിളിക്കുന്ന ശബ്ദം കേൾക്കാം. ആ റൂമിലാണേൽ മച്ചിൻ്റെ മേലെയാണേൽ കുറച്ച് പിന്നിലേക്ക് വരികയാണേൽ അവരെ നോക്കിക്കൊണ്ട് ഒരു രൂപം നിൽക്കുന്നത് കാണാം. ഒരു സ്ത്രീയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഞാനല്ല. പിന്നെ നമ്മൾ കാണുന്നത് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് എങ്ങോട്ടോ പോകാനായി റെഡിയാവുന്ന ഹീറോയാണ്. ഹീറോയുടെ പേര് ആർദർ എന്ന. ആർദറിന് ഒരു മകൻ മാത്രമാണുള്ളത്. ഭാര്യയാണേല് മകനെ പ്രസവിച്ച് അതേ സമയം തന്നെ മരിച്ചു പോവാണ് ചെയ്തത്. അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നേരം മകൻ ഹീറോയോട് ഒരു ചിത്രം വരച്ച് കാണിച്ചു കൊടുത്ത് ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കും. ആ ചിത്രം നോക്കുകയാണേൽ അതിൽ ഹീറോയും ഹീറോയുടെ മകനും മകനെ നോക്കുന്ന ആയയുമാണുള്ളത്. അതിൽ ഹീറോയുടെ മുഖത്തിന് മാത്രം വലിയ സന്തോഷമൊന്നുമില്ല. അതെന്താ മോനെ, അച്ഛൻ്റെ മുഖത്തിന് മാത്രം വലിയ സന്തോഷമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ എപ്പോഴും അങ്ങനെയല്ലേ എന്നാണ് അവൻ ചോദിക്കുക. എന്തായാലും അവനോട് യാത്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇപ്പോഴാ വീട്ടിൽ നിൽക്കുന്ന ഹീറോയുടെ ഭാര്യ എന്ന് വിചാരിക്കരുത്, മകനെ നോക്കുന്ന ആയയാണ്. അങ്ങനെ നേരെ ഓഫീസിലേക്കാണ് ചെല്ലുന്നത്. ഓഫീസിലെത്തിയാൽ ബോസ് പറയും, നീ ഇങ്ങനെ തന്നെ ഇവിടെ ജോലി ചെയ്താൽ ഇനിയും കൂടുതൽ കാലം നിനക്ക് ഇവിടെ ജോലി ചെയ്യാനായി പറ്റില്ല. പക്ഷെ ഞാനിപ്പോൾ നിന്റെ കയ്യിലേക്ക് ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് തരാൻ പോകുന്നത് എന്നുള്ള കാര്യം നിനക്കറിയാലോ. നീ അത് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ തന്നെ സ്ഥിരമായി ജോലി ചെയ്യാം. അങ്ങനെ ജോലി എന്താണെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ നാട്ടിൽ നിന്നും വളരെ അകലെയായി ലണ്ടൻ എന്ന ഒരു നാടുണ്ട്. ആ നാട്ടില് ഈൽ മാർഷ് ഹൗസ് എന്ന പേരിൽ ഒരു വീടുണ്ട്. ആ നാട്ടിൽ ചെന്ന് ആ വീട് വിറ്റ് കൊടുക്കുക എന്നതാണ് ഹീറോയുടെ ജോലി. എന്നാൽ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയൊന്നുമല്ല. കാരണം എന്താന്ന് വെച്ചാൽ ആ വീട്ടിൽ ഇത്രയും കാലം ജീവിച്ചിരുന്നത് ആലീസ് എന്ന പേരുള്ള ഒരു ലേഡിയാണ്. ആ ലേഡിക്ക് വിരുന്നുകാരി വീട്ടിലേക്ക് വരുന്നൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ആ ലേഡി ജീവിച്ചിരിക്കുന്ന കാലത്തിൽ ആ വീട് വിൽക്കാനായി അവർക്ക് പറ്റിയില്ലായിരുന്നു. എന്നാലിപ്പോൾ ആലീസ് എന്ന പേരുള്ള ആ ലേഡി മരിച്ചു. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ചെന്ന് ആ വീടിന്റെ ഡോക്യുമെന്റ്സും ആധാരവും അതും ഇതും എല്ലാം കണ്ടുപിടിച്ച് ആ വീട് വിറ്റു കൊടുക്കണം. ആ ലേഡിക്ക് ഒരു മകൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴാ മകനില്ല. കുറേ വർഷങ്ങൾക്ക് മുന്നേ ആ വീടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ചതപ്പിൽ മുങ്ങി മരിച്ചു പോവായിരുന്നു. ആ നാട്ടിലെത്തുകയാണെങ്കിൽ ജെറോം എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഹീറോക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ അങ്ങേർക്കാരെയും സഹായിക്കാനായി വലിയ ഇഷ്ടമില്ല. അങ്ങനെയാണെങ്കിൽ വലിയ സഹായങ്ങളൊന്നും കിട്ടില്ല എന്നാണ് അങ്ങേര് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ സഹായിക്കണം. അതായത് ഹീറോ തന്നെ ഹീറോയെ സഹായിക്കണം. ഇവിടെ നിന്ന് ഒറ്റൊരു ട്രെയിനിൽ കയറിയാൽ ആ നാട്ടിലെത്താൻ പോകുന്നില്ല. 2-3 ട്രെയിനിലൊക്കെ കയറി വേണം അങ്ങോട്ട് യാത്രയാവാൻ. അങ്ങനെ അന്ന് തന്നെ ഹീറോ യാത്രയായി. പോകുന്ന വഴിയിലെല്ലാം ഹീറോക്ക് ഭാര്യയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ് മനസ്സിലേക്ക് വരുന്നത്. ഭാര്യ മകനെ പ്രസവിക്കുന്നതും അന്നത്തെ ദിവസം തന്നെ മരിച്ചു പോകുന്നതും അത് മാത്രമാണ് മനസ്സിലേക്ക് വരുന്നത്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴെല്ലാം ആ വീടിലായിരുന്നോ വിൽക്കാൻ പോകുന്ന ഈൽ മാർഷ് ഹൗസ്, ആ വീടിനെ കുറിച്ചുള്ള ന്യൂസും ഡോക്യുമെന്റ്സും അത് മാത്രമാണ് നോക്കുന്നത്. അതിനെ ചുറ്റിപ്പറ്റി പല പല പ്രശ്നങ്ങളും ഹീറോക്ക് വായിക്കാനായി പറ്റുന്നുണ്ട്. അങ്ങനെ ഉറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴാണ് തൊട്ട് മുന്നേ ഒരാൾ ഇരിക്കുന്നത്. അങ്ങേരുടെ പേര് സാമുൽ എന്നാണ്. അങ്ങേരും ഹീറോ പോകുന്ന അതേ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഹീറോ വായിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം കാണുന്ന അങ്ങേര് ചോദിക്കും, നിങ്ങളാണോ ഈൽ മാർഷ് ഹൗസ് വിൽക്കാനായി പോകുന്നയാള്? ഹീറോ അതേന്ന് പറയുമ്പോൾ അങ്ങേര് പറയും, അങ്ങനെയാണേൽ ആ നാട്ടിൽ നിന്ന് ആരും ആ വീട് വാങ്ങുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ആ നാടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിലും മോശമാണ്. അവിടെ വെച്ച് നല്ലൊരു ഭക്ഷണം കിട്ടുമെന്ന് പോലും നിങ്ങൾ വിചാരിക്കേണ്ട. എന്തായാലും ഞാനും നിങ്ങൾ പോകുന്ന അതേ വഴിക്ക് തന്നെയാണ് പോകുന്നത്. എൻ്റെ വീട് അതേ വഴിക്കാണ്. നിങ്ങൾക്ക് വേണേൽ എൻ്റെ കൂടെ വരാമെന്ന് പറയുമ്പോൾ ഹീറോയും സമ്മതിക്കും. അങ്ങനെ 2 പേരും കൂടെ അങ്ങേരുടെ കാറിൽ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നാട്ടിൽ കാറുള്ളത് അങ്ങേർക്ക് മാത്രം. ആ പോകുന്ന വഴിക്ക് തന്നെയാണ് ഹീറോ താമസിക്കാനായി ഉദ്ദേശിച്ചിരിക്കുന്ന ലോഡ്ജ്. ഇറങ്ങിപ്പോകാൻ നേരം അങ്ങേര് പറയും, സാമുവൽ പറയും, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നാളെ രാത്രി എൻ്റെ വീട്ടിലേക്ക് വരാം, ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ ഓക്കെ ഞാൻ എന്തായാലും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ ലോഡ്ജിലേക്ക് ചെല്ലും. ഒരാഴ്ചത്തേക്കാണ് അവിടെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്നാൽ അവരോട് ചോദിക്കുന്ന നേരം അവർ പറയും, ഒരാഴ്ചത്തേക്ക് ഇവിടെ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ലല്ലോ, മാത്രമല്ല ഇവിടെയുള്ള റൂമെല്ലാം ഫുള്ളും ആണ്. ലോഡ്ജ് ഓണറിന്റെ ഭാര്യ പറയും, ഇനിയിപ്പോൾ ഈ സമയത്ത് ഈ മഴയത്ത് അങ്ങേര് ഇവിടുന്ന് പറഞ്ഞയക്കുന്നോ നല്ലല്ല, എന്തായാലും നമുക്ക് ഇവിടെയുള്ള മച്ചില റൂം കൊടുത്താലോ എന്ന് ചോദിക്കും. അങ്ങേരും അതിനേറെക്കുറെ കുഴപ്പമില്ലാന്ന് പറയും. അങ്ങനെ ഹീറോയും കൊണ്ട് മച്ചില റൂമിലേക്ക് പോകുന്ന നേരം വഴിയിലൊരു കിളിയുണ്ട്. ആ കിളിയാണെങ്കിൽ അവരെന്തേലും പറഞ്ഞാൽ അതുപോലെ തന്നെ സംസാരിക്കും. പക്ഷെ അതൊന്നും
കാര്യമാക്കില്ല, നേരെ മച്ചില മുറിയിലേക്കാണ് ചെല്ലുക. അങ്ങനെ ആ റൂം കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് സിനിമയുടെ തുടക്കത്തിൽ 3 പെൺകുട്ടികൾ ജനലിൽ കൂടെ ചാടി മരിക്കുന്നത് നമ്മൾ കണ്ടില്ലായിരുന്നോ? അവർ നിന്നിരുന്ന റൂമാണ് ഈ റൂം. അതായത് ഈ ലോഡ്ജ് ഓണറിന്റെയും അങ്ങേരുടെ ഭാര്യയുടെയും കുട്ടികളെയാണ് നേരത്തെ മരിക്കുന്നതായി നമ്മൾ കണ്ടിരുന്നത്. പിറ്റേന്ന് രാവിലെ ഹീറോ ജെറോം എന്നയാളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ജെറോമിനെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ നാട്ടിലെത്തിയാൽ എന്തേലും സഹായം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നയാൾ അങ്ങേരുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. വീട്ടിൽ കയറി ചെല്ലുന്ന നേരം അവിടെ ആരെയും കാണുന്നില്ല. അങ്ങേരുടെ ഭാര്യയാണെങ്കിൽ വീടിന്റെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന്, അതായത് ബേസ്മെന്റിൽ നിന്ന് അങ്ങനെ കയറി വരികയാണ്. അവര് പറയും, എന്റെ കെട്ടിയോ നിങ്ങളെ കാണാനായി നിങ്ങൾ താമസിച്ചിരുന്ന ലോഡ്ജിലേക്ക് വന്നിരുന്നല്ലോ, നിങ്ങളെ കണ്ടില്ല എന്ന് ചോദിക്കും. അപ്പോഴേക്ക് ജെറോം അവിടെ എത്തി. ജെറോം പറയും, ഞാൻ നിങ്ങളുടെ കമ്പനിയോട് അപ്പോഴേ പറഞ്ഞതാണ്, ഈ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾക്ക് വേണേല് ഞാൻ ഇവിടെ നിന്ന് അയച്ചുതരാന്ന്. അതിനൊന്നും പറ്റില്ലാതെയാണല്ലോ ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇവിടം വരെ വരേണ്ടതിന്റെ എന്തേലും ആവശ്യമുണ്ടോ? ഞാൻ അങ്ങോട്ട് അയച്ചു തരില്ലായിരുന്നോ? എന്തായാലും ഇപ്പം നിങ്ങളുടെ കയ്യിലേക്ക് ഇത് കിട്ടിയില്ലേ, ഇപ്പൊ തന്നെ ഇവിടുന്ന് പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്ന് പുറത്താക്കാണ്. അല്ല, ഞാൻ കമ്പനിയിലേക്ക് ഒന്ന് കോൾ ചെയ്ത് നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ ആരുടെ കയ്യിലും ഫോണില്ല. എന്നാൽ ഞാനൊരു കമ്പി അടിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങളെ കൊണ്ടുപോകാനായുള്ള വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറക്കും. ഒരു കുതിരവണ്ടിയാണ് ഹീറോയെ കാത്തങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ആ കുതിരവണ്ടിക്കാരനോട് ഹീറോ പറയും, എനിക്ക് ഈൽമാഷ് ഹൗസിലേക്കാണ് പോണ്ടേന്ന്. അതിന് ആ കുതിരവണ്ടിക്കാരൻ പറയും, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ട കാശ് മാത്രമാണ് ജെറോം എനിക്ക് തന്നിട്ടുള്ളത്. എന്നാൽ ഹീറോ കുറച്ച് കാശ് എടുത്ത് അങ്ങയുടെ കയ്യിലേക്ക് കൊടുക്കും. എനിക്ക് ഈൽമാഷ് ഹൗസിലേക്ക് ഇനി പോകാൻ പറ്റുമോ എന്ന് ചോദിക്കും. എന്നാൽ അങ്ങേര് അതിനും പറ്റില്ല, കുറച്ചുകൂടി അധികം കാശ് ചോദിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഹീറോയെ കൊണ്ടുപോകാനായി ഈ നാട്ടിൽ നിന്ന് ഇങ്ങേര് മാത്രമേ അങ്ങോട്ട് വരാനായി പോകുന്നുള്ളൂ. വേറൊരു വഴിയില്ലാതെ അങ്ങേർക്ക് പറഞ്ഞ കാശും കൊടുത്തുകൊണ്ട് യാത്രയാകും. പോകുന്ന വഴിയിൽ ആ നാട്ടിലുണ്ടായിരുന്ന കുട്ടികളെല്ലാം ജനലിൽ കൂടെ ഹീറോയെ നോക്കുന്ന കാണാം. ഹീറോ ഇങ്ങോട്ട് വരുന്ന സമയം തന്നെ ആ നാട്ടിലെ ആളുകളെല്ലാവരും കുഞ്ഞുങ്ങളെല്ലാം വീട്ടിലേക്ക് കയറ്റി വീടിന്റെ വാതിൽ അടയ്ക്കുന്നുണ്ട്. അതെന്താന്ന് ഹീറോക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അങ്ങനെ ഇൽമാഷ് ഹൗസിലേക്ക് അവർ യാത്രയാകുമ്പോഴാണ് മനസ്സിലാകുന്നത് വലിയൊരു ചതുപ്പ് പാടം, വലിയാന്ന് പറഞ്ഞാൽ വലിയൊരു ചതുപ്പ് പാടം. അതിന്റെ നടുക്കൊരു തുരുത്തു പോലെയാണ് ഈൽമാഷ് ഹൗസ് നിൽക്കുന്ന സ്ഥലമുള്ളത്. പോകുന്ന വഴി ചതപ്പിൽ ഒരു കുരിശെല്ലാം നാട്ടി വെച്ചിരിക്കുന്ന കാണാം. അങ്ങനെ അവർ യാത്രയായി ഈൽമാഷ് ഹൗസിന്റെ തൊട്ട് മുന്നിൽ ചെന്നെത്തും. അവിടെയാണെങ്കിൽ വലിയൊരു കാട് പോലെയാണ് സ്ഥലം. കുതിരവണ്ടിക്കാരനോട് 3 മണിക്ക് എന്നെ കൂട്ടാനായി ഇങ്ങോട്ട് വരുമെന്ന് ചോദിക്കുമ്പോൾ അങ്ങേര് പറയും, 3 മണിക്ക് പറ്റില്ല, 5 മണി. കാരണം 3 മണിയാകുന്ന സമയം വേലിയേറ്റം ഉണ്ടാകുന്ന സമയമാണ്. അന്നേരം ഈ ചതപ്പിന്റെ ഭാഗത്തെല്ലാം വെള്ളം നിറയും. അപ്പോഴീ വഴിയിലൂടെ വരാനായി പറ്റില്ല. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഹീറോ നേരെ ഈൽമാഷ് ഹൗസിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയാണേലും കാട് പിടിച്ചു കിടക്കുക. എന്നാൽ വീട് നോക്കുമ്പോഴാണ് മനസ്സിലാവുക വീട് തന്നെ ഒരു കാട് പോലെയാ. പക്ഷെ ആ വീട്ടിൽ കയറി ഡോക്യുമെന്റ്സ് എല്ലാം എങ്ങനെയും കണ്ടുപിടിച്ച് ആ വീട് വിറ്റ് കൊടുത്താലേ ഹീറോയുടെ ജോലി പോകാതിരിക്കൂ. അതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ല. ഈ വീട്ടിലുണ്ടായിരുന്ന ലേഡിയുടെ പേര് ആലീസ് എന്നാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? ഞാൻ എന്തിനാ ഇപ്പം അത് പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഈ വീട്ടിൽ താമസിച്ചിരുന്ന ലേഡിയുടെ പേര് ആലീസ് എന്നാണ്. ആലീസിന്റെ ഒരു ഭർത്താവും മകനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മകനാണേൽ വീടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഈ ചതപ്പിലായിരുന്നോ, ഈ ചതപ്പിൽ തന്നെ മുങ്ങി മരിക്കുകയാണ് ചെയ്തത്. ഭർത്താവാണേൽ അല്ലാതെ മരിച്ചു. എന്തായാലും ഹീറോ ആ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെയെല്ലാം എന്തോ ഒരു പന്തികേടുള്ളത് പോലെ നമുക്ക് മനസ്സിലാകും. എന്നാലും കുഴപ്പമില്ല, ഹീറോ ഡോക്യുമെന്റ്സ് എല്ലാം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന്റെ ഇടയിൽ ഹീറോയുടെ തൊട്ട് പിന്നിൽ ഒരു രൂപം നിൽക്കുന്ന നമുക്ക് കാണാം. എന്നാൽ ഹീറോ ഇതുവരെ അത് കണ്ടിട്ടില്ല. ഹീറോ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അതിനെ എവിടെ കാണാനും പറ്റില്ല. പെട്ടെന്നാണ് ഇന്നലെ ഉണ്ടായിരുന്ന മഴയത്ത് സ്റ്റെക്കായി കിടന്നിരുന്ന വെള്ളം അവിടെ ഉണ്ടായിരുന്ന പൈപ്പിൽ കൂടെ പോകുന്നത്. അത് കേൾക്കുന്ന നേരം ചെറുതായി ഒന്ന് പേടിച്ചു പോകും. എന്നാലും കുഴപ്പമില്ല. പണിയെടുത്തോണ്ടിരിക്കുമ്പോഴാണ് വീടിന്റെ മേലെ നിന്ന് ആരോ എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കുന്ന പോലെ തോന്നുക. ആരൊക്കെയോ വാതിൽ ഉറക്കുന്ന പോലെയുള്ള ഒരു ശബ്ദം. ഹീറോ മെല്ലെ മേലെ കയറി നോക്കും. എന്നാൽ അവിടെ ആരെയും കാണില്ല. അവിടെ അടച്ചിട്ടിരിക്കുന്ന ഒരു മുറിയുടെ വാതിൽ കാണാം. അത് ചെന്ന് തുറന്നു നോക്കുന്ന നേരം തുറക്കാനും പറ്റുന്നില്ല. എന്നാൽ പിന്നെ അടുത്ത റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അവിടെയെല്ലാം തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു റൂമിൽ തീയെല്ലാം കത്തിച്ച് കൂട്ടി വെക്കുന്ന ഒരു സ്ഥലമില്ലേ, അവിടെ ചെറിയൊരു കൂട്ടിൽ ഒരു കാക്കക്കുട്ടിയെ കാണാം. കാക്കക്കുട്ടി താഴെയാണ് വീണെടുക്കുന്നത്. അതിനെടുത്ത് അതിന്റെ കൂട്ടി തന്നെ വെക്കും. പെട്ടെന്നാണ് ആ കാക്കയുടെ മുതലാളി അങ്ങോട്ട് പറന്നു വരുന്നത്. ജനൽ തുറന്നെടുക്കുന്നതുകൊണ്ട് തന്നെ കാക്കയെല്ലാം ഇപ്പോൾ ഇവിടെ സ്ഥിര താമസമാക്കി വെച്ചിരിക്കുകയാണ്. ആ ജനൽ അടയ്ക്കാനായി ചെല്ലുമ്പോഴാണ് പുറത്തേക്ക് നോക്കുമ്പോൾ സെമിത്തേരിയുടെ ഭാഗത്തായി ഒരാൾ നിൽക്കുന്ന കാണാം. ഒരു ലേഡിയാണ്. ലേഡിയുടെ മുഖമാണേൽ നല്ലപോലെ കാണാനും പറ്റുന്നില്ല. എന്നാൽ അത് ആരാണെന്ന് അറിഞ്ഞല്ലേ പറ്റൂ. അറിഞ്ഞില്ലേലും പിന്നെ ഇവിടെ എങ്ങനെ നിൽക്കാനായി പറ്റുക? ഹീറോ പുറത്തിറങ്ങി ആ ഭാഗത്തേക്ക് അങ്ങനെ ഓടിച്ചെല്ലും. അവിടെ ആരെയുണ്ടോ, ആരെവിടെ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ചെല്ലുന്ന നേരം ആരൊക്കെയോ നിലവിളിക്കുന്ന ശബ്ദം കേൾക്കാം. ചെറിയ കുട്ടികളും വലിയൊരാളും ഒരു ലേഡിയും ആരൊക്കെയോ ശബ്ദം ഉണ്ടാക്കുന്നത് കേൾക്കാം. എന്നാൽ ആ ഭാഗത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെയാകെ മഞ്ഞ് പിടിച്ചു കിടക്കാണ്. മഞ്ഞാണ് മുഴുവനും. അവിടെ എവിടെയും കാണാനായി പറ്റില്ല. പക്ഷെ നമുക്ക് മാത്രം കാണാൻ പറ്റും. ആ വീട്ടിൽ അവസാനമായി മരിച്ചുപോയ ആലീസ് എന്ന ലേഡി ഇല്ലായിരുന്നോ, ആ ലേഡിയും കുടുംബവും ആ ലേഡിയുടെ മകനും എല്ലാവരും കൂടെ കാറിൽ ആ ചതപ്പിൽ പെട്ടുകിടക്കുന്നത്. പക്ഷെ അതിപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യമല്ല, കുറേ വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച കാര്യമാണ്. അതിപ്പോഴാണ് അവിടെയെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് കുതിരവണ്ടിക്കാരൻ വന്ന് 5 മണിയായി പുറേ പോണ്ടേന്ന് ചോദിക്കുക. അങ്ങനെ ഹീറോയെയും കൊണ്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അവിടെ നിന്ന് ഹീറോ നേരെ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെയുള്ള പോലീസുകാരനോട് ഞാൻ ആ വീട്ടിൽ പോയി അവിടെ ഒരു ലേഡിയെ കണ്ടു എന്ന് പറയും. അത് കേൾക്കുന്ന അങ്ങേര്, നീ ആ ലേഡിയെ കണ്ടോ? അതെ, ഞാൻ ആ ലേഡിയെ കണ്ടു എന്ന് പറയുമ്പോൾ അങ്ങേര് 2 അടിയൊന്നും മാറി നിൽക്കും. 2 അടിയല്ല, ആ ഭാഗത്ത് നിന്ന് തന്നെ അങ്ങേര് പോയി കളയും.
അപ്പോഴാണ് രണ്ട് പയ്യന്മാര് ആ പയ്യന്മാരുടെ പെങ്ങളായിട്ട് അങ്ങോട്ട് വരുന്നത്. ആ പെൺകുട്ടിയാകെ കുഴഞ്ഞു കിടക്കാണ്. വീട്ടിലുണ്ടായിരുന്ന എന്തോ ഒരു കെമിക്കൽ അറിയാതെ എടുത്ത് കുടിച്ചുപോയി. അതിനുശേഷമാണ് ഇങ്ങനെയായേ. വീട്ടിലാണെങ്കിൽ അമ്മയുമില്ല. ഹീറോ പെട്ടെന്ന് തന്നെ കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ നിങ്ങൾ എവിടെയെന്ന് വിളിച്ചു ചോദിക്കും. എന്നാൽ അങ്ങേരെ ആ വഴിക്ക് എവിടെയും കാണാൻ പറ്റുന്നില്ല. ഹീറോ പിന്നെയും വിളിക്കും. എന്നാൽ അങ്ങേര് അവിടേക്ക് വരുന്ന പോലുമില്ല. എന്നാൽ പ്രതീക്ഷിച്ച പോലെയല്ല, ആ പെൺകുട്ടി ഹീറോയുടെ കയ്യിലേക്ക് വീണ് ചോര തുപ്പിക്കൊണ്ട് അങ്ങനെ മരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ആ കുഞ്ഞിനെ വീട്ടിലേക്ക് ഹീറോ എത്തിച്ചിരിക്കുന്നതാണ്. അവിടെ എല്ലാവരും വന്ന് കൂടിയിട്ടുണ്ട്. എല്ലാവരും ആകെ വിഷമത്തിലാണ് നിൽക്കുന്നത്. ഹീറോക്കാണ് ഏറ്റവും കൂടുതൽ വിഷമം. കാരണം നമ്മുടെ ആളുടെ കയ്യിൽ നിന്നാണല്ലോ കുഞ്ഞ് മരിച്ചിരിക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് നേരെ ചെല്ലുന്നത് താൻ താമസിച്ചിരുന്ന ലോഡ്ജിലേക്കാണ്. അവിടെ ചെല്ലുന്നേരാണ് അവിടെ ഉണ്ടായിരുന്ന ലേഡി അങ്ങനെ കരയാണ്. എന്താണെന്നറിയില്ല. താഴെ വന്ന് ഹീറോക്ക് ഒരു പെഗ്ഗെല്ലാം ഒഴിച്ചു കൊടുത്ത് പറയും, നിങ്ങൾ ഈ നാട്ടിൽ നിൽക്കുന്നത് ഒരിക്കലും നല്ലതിനാവില്ല. നിങ്ങൾക്കൊരു മകനൊക്കെ ഉള്ളതല്ലേ. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലേ. നിങ്ങൾക്ക് മകന്റെ കൂടെ കുറെ കാലം കൂടി ജീവിക്കണ്ടേ. അതിന് ഹീറോ പറയും, എനിക്ക് എൻ്റെ മകനെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ജോലിക്ക് വന്നിരിക്കുന്നത്. അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഒരു ജോലി ചെയ്ത് തീർത്തില്ലേല് പിന്നെ ഈ ഒരു പണി ഹീറോക്ക് കാലാകാലം ചെയ്യാനായി പറ്റില്ലല്ലോ. അതായത് ഈ ഒരു ജോലി ഉണ്ടല്ലേ മകനെ നല്ലപോലെ നോക്കാനായി പറ്റൂ. മകനെ നോക്കാനായി വീട്ടിൽ ഒരായൊക്കെ വെക്കാനായി പറ്റൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ. അവിടെ വെച്ച് ഹീറോ നേരെ ചെല്ലുന്നത് സാമുവലിന്റെ അടുത്തേക്കാണ്. സാമുവലിനെ മറന്നു പോണ്ട. ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളില്ലായിരുന്നോ അങ്ങേര്. ഇന്ന് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനായി വരുന്നോ എന്ന് അങ്ങേര് ചോദിച്ചില്ലായിരുന്നോ. അതുകൊണ്ടാണ് ഹീറോ ഇപ്പോൾ അങ്ങോട്ട് പോയിരിക്കുന്നത്. ഹീറോ ചെല്ലുന്നേരം അങ്ങേര് മകന്റെ കല്ലറക്കരിയിലാണ് നിൽക്കുന്നത്. മകൻ കുറേ കാലങ്ങൾക്ക് മുന്നേ മരിച്ചു പോയതാ. അവൻ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഏകദേശം ഹീറോയുടെ പ്രായം തന്നെ ആയിരിക്കും ഉണ്ടാവുക. വീട്ടിലേക്ക് പോകുന്നേരം സാമുവൽ പറയും, വീട്ടിൽ വെച്ച് എന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് ഇന്ന് മരിച്ചുപോയ കുട്ടിയെക്കുറിച്ചോ എന്റെ കുട്ടിയെക്കുറിച്ചോ അങ്ങനെയൊന്നും ചോദിക്കാനായി പാടില്ല. അവൾ ആൾ ഓക്കെ അല്ല എന്ന് പറയും. എന്നാൽ വീട്ടിലെത്തുന്നേരം അങ്ങനെയൊന്നുമല്ല. ഭാര്യ ആൾ ഓക്കെയാണ്. ഹീറോയോട് നല്ലപോലെയൊക്കെയാണ് സംസാരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. എന്നാൽ കുറച്ച് കഴിയുന്നേരം രണ്ട് പട്ടിക്കുട്ടികളെയും കൊണ്ടുവന്ന് ഹീറോയോട് ഹായ് എന്ന് പറയാനായി പറയും. എന്നാൽ അവറ്റകൾ പറയില്ലല്ലോ. ഹീറോ തിരിച്ചു പറയും ഹായ് എന്ന്. അങ്ങനെ ഭക്ഷണം കഴിക്കാനായി ചെന്നിരിക്കുന്ന ഭാര്യ അവിടെ ഇരുന്ന് പിന്നെ മകനെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. എനിക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമുള്ളതുപോലെ തന്നെ എൻ്റെ മകനും ചിത്രം വരയ്ക്കാനായി വലിയ ഇഷ്ടമായിരുന്നു. അവൻ പറയുന്ന പോലെ ഞാൻ ചിത്രങ്ങളെല്ലാം വരച്ചു കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ എൻ്റെ ഉള്ളിൽ നിന്ന് എന്നെ കൊണ്ട് ചിത്രങ്ങളെല്ലാം വരപ്പിക്കും. അവനിപ്പോൾ നിങ്ങൾക്കായി ഒരു ചിത്രം വരച്ചു തരണമെന്നാണ് പറയുന്നത്. പിന്നെ ആ ലേഡിയുടെ ടോണെല്ലാം മാറി ആകെ കൂടെ വിറച്ചോണ്ട് കത്തിയെടുത്ത് ആ ടേബിളിൽ ചിത്രം വരച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ സാമുവൽ ജോലിക്കാരനോട് എന്തൊരു സാധനം കൊണ്ടുവന്ന് അത് ഭാര്യയെ വെച്ചു കൊടുത്ത് അവളെ ബോധം കെടുത്തും. അന്ന് രാത്രി ഹീറോ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. എന്നാൽ അതിന്റെ ഇടയിൽ ലേഡി എന്തായിരുന്നു ടേബിളിൽ വരച്ചിരുന്നതെന്ന് കാണാനായി ഹീറോ ചെന്നോക്കുന്നേരം കാണുന്നത് ഒരാൾ തൂങ്ങി മരിച്ചിരിക്കുന്ന ചിത്രമാണ് വരച്ചിരിക്കുന്നത്. അത് ആരെയാണ് എന്തിനെയാണ് ഉദ്ദേശിച്ചത് അതൊന്നും അറിയില്ല. എന്തായാലും പിറ്റേന്ന് രാവിലെ ഹീറോ സാമുവലിന്റെ കൂടെ ജെറോമിനെ കാണാനായി പോവാണ്. ജെറോമിനെ മറക്കണ്ട, നാട്ടിൽ വന്നാൽ സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞയാള്. എന്നാൽ ഇത്തവണയും വീട്ടിലേക്ക് ചെന്നോക്കുന്നേരം അവിടെ ആരെയും കാണുന്നില്ല. എന്നാൽ തറയിലൂടെ താഴെ ബേസ്മെന്റിൽ ആരോ നടക്കുന്ന കാണാം. ബേസ്മെന്റിലേക്കുള്ള വഴി ഹീറോ നേരത്തെ കണ്ടുവെച്ചതായതുകൊണ്ട് തന്നെ നേരെ അങ്ങോട്ട് ചെന്നോക്കും. അവിടെയാണെങ്കിൽ ഒരു വാതിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ ഹോളിൽ കൂടെ നോക്കുമ്പോഴാണ് പെട്ടെന്നൊരു പെൺകുട്ടി അങ്ങോട്ട് വന്ന്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? നിങ്ങളൊരു പെൺകുട്ടിയെ കൊന്നയാളല്ലേ. നിങ്ങൾ എന്നെയും കൊല്ലാനായി ഇങ്ങോട്ട് വന്നിരിക്കുകയാണോ? നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോ എന്ന് പറയാ. അതാരാന്ന് വെച്ചാ ജെറോമിന്റെ തന്നെ മകളാ. അവളെ എന്തിനാണ് അടച്ചിട്ടെ അതിനെക്കുറിച്ചൊന്നും ഹീറോക്ക് ഇതുവരെ അറിയില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ പുറത്തു വന്ന് സാമുവലിന്റെ കൂടെ ഈൽമാഷ് ഹൗസിലേക്കാണ് പോകുന്നത്. എന്നാൽ പോകുന്ന വഴിയിൽ ജെറോമും ആ നാട്ടിലെ കുറെ ആളുകളും അങ്ങനെ കാത്തിരിക്കുക അവരെ. ഹീറോയെ കാണുമ്പോൾ തന്നെ പറയും, നിങ്ങൾ എന്തിനാ ഈ നാട്ടിൽ വന്ന് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാനായി നിൽക്കുന്നത്? നിങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൂടെ? നിങ്ങൾ ആ സ്ത്രീയെ കണ്ടിരുന്നോ? നിങ്ങൾ കണ്ടു എന്നാണ് അറിയാനായി പറ്റിയേ. അതുകൊണ്ട് ഈ നാട്ടിൽ നിങ്ങൾ ഒരിക്കലും നിൽക്കാനായി പാടില്ല. ഞങ്ങളുടെ കുട്ടികൾ മരിക്കുന്നത് ഞങ്ങൾക്ക് കാണാനായി താല്പര്യമില്ല. സാമുവലാണേല് എന്നാൽ ഇവനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ചെന്നാക്കാന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി പിന്നിലേക്കെടുത്ത് പെട്ടെന്നാണ് മുന്നിലേക്ക് തന്നെ കൊണ്ടുപോവുക. പെട്ടെന്ന് തന്നെ അവർ മറന്നുകൊണ്ട് ആർക്കും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അങ്ങനെ അവർ നേരെ പോകുന്നത് ഈൽമാഷ് ഹൗസിലേക്ക് തന്നെയാ. ഞാൻ നിങ്ങളെ കൊണ്ടുപോകാനായി എപ്പോഴാണ് ഇങ്ങോട്ട് വരേണ്ടതെന്ന് ചോദിക്കുന്ന നേരം, നിങ്ങൾ ഇന്നിങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. നാളെ രാവിലെ വരെ എനിക്കിവിടെ ജോലിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നാളെ രാവിലെ ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറയും. ഹീറോ പറയുന്നത് കേട്ട വിചാരിക്കും സർക്കാർ ഓഫീസിലേക്ക് ജോലി ചെയ്യാനായി പോവാന്ന്. എന്തായാലും നാളെ രാവിലെ വരെ ഇവിടെ ജോലി ചെയ്യുന്നതല്ലേ, എന്റെ പട്ടിയെ കൂടെ ഇവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയുടെ കയ്യിലേക്ക് ആ പട്ടിയെ കൈമാറും. അങ്ങനെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഹീറോ അവിടെ ഉണ്ടായിരുന്ന വിളക്കുകളെല്ലാം കത്തിക്കും. അങ്ങനെ നേരെ ചെല്ലുന്നത് അവിടെ അടച്ചിട്ടൊരു മുറിയില്ലായിരുന്നോ, അതെങ്ങനെയാലും തുറക്കാനാണ്. എന്നാൽ ഇപ്പൊ ചെന്നാലും അത് തുറക്കാനായി പറ്റുന്നില്ല. അപ്പോഴാണ് അവിടെ തൊട്ടടുത്തായി ആ വീട്ടിലെ ലേഡിയായ ആലീസിന്റെ ഭർത്താവിന്റെ ഒരു പെട്ടി കാണുന്നത്. ആ പെട്ടി തുറന്നു നോക്കുന്ന നേരവും അതിൽ ഇഷ്ടം പോലെ പേജുകളെല്ലാം കിടക്കുന്നുണ്ട്. അതെല്ലാം തെരഞ്ഞു നോക്കണം. ആ ഡോക്യുമെന്റ്സ്, വീടിന്റെ ഡോക്യുമെന്റ്സ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറയാനായി പറ്റില്ല. അങ്ങനെ കട്ടിലിനടിയിൽ വീണ എന്തോ ഒരു പേപ്പർ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ബാത്റൂമിൽ ചില്ലിന്റെ മേലെയായ ഒരു കൈ കാണുന്നത്. സത്യം പറഞ്ഞാൽ അതിനകത്താരും ഇരിക്കുന്നുണ്ട്. ഹീറോ പേടിയോടെ തന്നെ അതിനകത്തേ കയറി ചെന്ന് നോക്കും. എന്നാൽ അവിടെയെല്ലാം തെരഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അവിടെ ആരെയും കാണാനായി പറ്റുന്നില്ല. ഇപ്പോഴേറെക്കുറെ ഹീറോക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ
പ്രശ്നങ്ങളുണ്ടെന്ന് ആൾക്ക് മനസ്സിലായി തുടങ്ങി. അങ്ങനെ താഴേക്കിറങ്ങി വന്ന് അവിടെ ഉണ്ടായിരുന്ന പഴയൊരു ചലച്ചിത്ര പെട്ടി ഹീറോ തിരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതിനകത്തുകൂടി ഒരു കണ്ണ് കാണുന്നത്. ചുരുക്കി പറഞ്ഞ ഏറെക്കുറെ ഹീറോയുടെ നിക്കർ കീറാനായി തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തായാലും അവിടുന്ന് കിട്ടിയ ഡോക്യുമെന്റ്സ് എല്ലാം വെച്ച് എന്തായാലും കണ്ടുപിടിക്കാനായി പറ്റുമോ എന്ന് നോക്കാണ്. അവരുടെ കുടുംബ ഫോട്ടോ തന്നെയാണ് ആദ്യം എടുക്കുക. ഫോട്ടോയുടെ കൂടെ തന്നെ വേറെയും കുറെ പത്രത്താളുകളും ഡോക്യുമെന്റ്സും അതും ഇതും എല്ലാം കിടക്കുന്നുണ്ട്. അതിലെല്ലാം ചുവന്ന മഷി കൊണ്ട് എന്തോ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം വായിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഇവിടെ ഉണ്ടായിരുന്ന ആലീസിന്റെ മകൻ ചതപ്പിൽ വീണ് മരിച്ചു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? ആ പയ്യന്റെ ബോഡി ഇതുവരെ ആ ചതപ്പിൽ നിന്ന് എടുക്കാനായി പറ്റിയിട്ടില്ല. പെട്ടെന്നാണ് പട്ടി ഓരോ കൊര വര. എന്താണെന്നറിയില്ല, ഹീറോ പട്ടിയുടെ കൂടെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലും. അങ്ങനെ ആ കാട്ടിലേക്കാണ് അവർ പോകുന്നത്. ആ കാട്ടിൽ വെച്ച് ജെന്നറ്റ് എന്ന് പേരുള്ള ഒരു സ്ത്രീയുടെ കല്ലറയും കാണാനായി പറ്റും. എന്നാൽ പട്ടി ഇപ്പോൾ കുരയ്ക്കുന്നൊന്നുമില്ല. അങ്ങനെയാണ് തിരികെ പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് നേരെ വീടിന് മുന്നിലേക്ക് എത്തുമ്പോഴാണ് മേലെയുള്ള നിലയിൽ ഒരു സ്ത്രീ അവനെ അങ്ങനെ നോക്കി നിൽക്കുന്നത്. സ്ത്രീയുടെ മുഖമാകെ വിളറിയിരിക്കുക. ഇതാരാന്നറിയാനായി ഇനിയൊന്നും നോക്കണ്ട, പെട്ടെന്ന് തന്നെ ചെല്ലാമെന്ന് വിചാരിച്ചുകൊണ്ട് ഹീറോ പടി കയറി മേലെയുള്ള റൂമിലേക്ക് ചെന്ന് നോക്കുന്നേരം അവിടെ ആരെയും കാണുന്നില്ല. പക്ഷെ ജനലിൽ കൂടെ നോക്കുന്നേരം ഹീറോ കാണാതെ നമ്മൾ മാത്രം ആ ലേഡിയെ കാണുന്നുണ്ട്. എന്നാൽ ഹീറോ അതൊന്നും ചെയ്യുന്നില്ല. തിരികെ വരാൻ നേരാണ് നമ്മുടെ ആൾ അവിടെ ഒരു പെട്ടി കാണുന്നത്. ആ പെട്ടി തുറന്നു നോക്കുന്നേരം അതിൽ ജെന്നറ്റ് എന്ന് പേരുള്ള ഒരാള് ഈ വീട്ടിൽ ആലീസ് എന്ന ലേഡി ഇല്ലായിരുന്നോ, ആ ലേഡിക്ക് എഴുതിയിരിക്കുന്ന കത്തുകളാണ് കാണുന്നത്. ജെന്നറ്റ് എന്ന് പേരുള്ള ആൾ ഒരു ലേഡിയാണ്. ആ ലേഡിയുടെ കല്ലറയായിരുന്നു നമ്മൾ നേരത്തെ കണ്ടിരുന്നത്. ഹീറോ ഇപ്പൊ പുറത്തു പോയിരുന്നപ്പോൾ ഒരു കല്ലറ കണ്ടില്ലായിരുന്നോ, അത് ഈ ജെന്നറ്റിന്റെ കല്ലറയാണ്. അതിലുണ്ടായിരുന്ന കത്തുകളെല്ലാം വായിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ വീട്ടിലെ ലേഡിക്ക് ഒരു മകനുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആലീസിന് ഒരു മകനുണ്ടായിരുന്നു ചതപ്പിൽ മുങ്ങിപ്പോയെന്ന്. പക്ഷെ അവൻ ശരിക്കും ആലീസിന്റെ മകനല്ല, ഈ ജെന്നറ്റിന്റെ മകനാണ്. ഈ ജെന്നറ്റും ആലീസുമാണേല് സഹോദരികളാണ്. പറഞ്ഞു വരികയാണേല് ഈ ജെന്നറ്റിന്റെ മകനായിരുന്നു ആ ചതപ്പിൽ വീണിരുന്ന കുട്ടി. ആ കുട്ടിയെ കിട്ടാനായി ജെന്നറ്റിന്റെ സഹോദരിയായിരുന്ന ആലീസ് അവളുടെ ഡോക്ടർമാരെയെല്ലാം വെച്ച് ജെന്നറ്റിന് ഭ്രാന്താണെന്ന് വരുത്തി തീർത്തു. അങ്ങനെയാണേല് ആ കുഞ്ഞിനെ അവളുടെ കൂടെ വെക്കാനായി പറ്റില്ലല്ലോ, നിർത്താനായി പറ്റില്ലല്ലോ. അങ്ങനെ നിയമപരമായി ആ കുഞ്ഞ് നേരെ ആലീസിന്റെ കയ്യിലേക്ക് വരികയാണ് ചെയ്തേ. എന്നാൽ ആലീസിന്റെ ഉദ്ദേശം ആ കുട്ടിയെ നല്ലപോലെ നോക്കണമെന്നൊന്നും അല്ലായിരുന്നു. ഇനിയിപ്പോ നല്ലപോലെ നോക്കണമെന്നാണോ അതൊന്നും അറിയില്ല. പക്ഷെ ജെന്നറ്റ് ആ കത്തിൽ അങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ജെന്നറ്റിന്റെ കയ്യിൽ നിന്ന് ജെന്നറ്റിന്റെ മകനെ തട്ടിയെടുത്ത ആലീസും കുടുംബവും ഒരു ദിവസം ഈ ചതപ്പിന്റെ ഭാഗത്തുകൂടെ കാറിൽ പോകുന്നേരം പെട്ടെന്നാണ് കാറ് ചതപ്പിൽ മുങ്ങിപ്പോകുന്നത്. പക്ഷെ അന്ന് ആ കാറിൽ നിന്ന് രക്ഷപ്പെടാനായി ആലീസിനും ഭർത്താവിനും മാത്രമേ പറ്റിയിരുന്നുള്ളൂ. ജെന്നറ്റിന്റെ മകൻ അന്ന് ആ ചതപ്പിൽ തന്നെ മുങ്ങിപ്പോയി. എന്നാൽ ജെന്നറ്റ് ഈ കത്തി കൂടെ പറയുന്നത് ആലീസിന് മകനെ രക്ഷിക്കാനായി യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. അത് അവൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തേന്നാ. ആലീസ് അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ജെന്നറ്റ് അനുഭവിക്കുന്ന ഈ ഒരു വേദന നാട്ടിലെ എല്ലാവർക്കും അറിയിച്ചു കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് ആ കത്ത് അവസാനിക്കുന്നത്. ഇപ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പ് ഏറെക്കുറെ മനസ്സിലാവുന്നത്. ഹീറോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ലേഡി നിൽക്കുന്നത് കണ്ടില്ലായിരുന്നോ? ആ ലേഡി ആരാന്ന് വെച്ചാല് ആ ജെന്നറ്റ് ആണ്. ഹീറോ അവരുടെ കുടുംബ ഫോട്ടോ നോക്കുന്നേരം അതിൽ പിന്നിലായി വീട്ടില് ജെന്നറ്റ് ജനലിൽ കൂടെ നോക്കി നിൽക്കുന്നതായിട്ട് കാണാനായി പറ്റും. അങ്ങനെ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നേരം നമ്മുടെ ആക്കൊന്ന് ഉറക്കം വരും. അപ്പൊ തന്നെ ഉറങ്ങിപ്പോകും. എന്നാൽ തൊട്ടു പിന്നിൽ അന്നേരം ജെന്നറ്റ് നിൽക്കുന്നതായി കാണാം. പക്ഷെ നേരത്തെ കണ്ട പോലെയൊന്നുമല്ല. അവളിപ്പം മെല്ലെ മെല്ലെ ഹീറോയെ കാണാനായി ഹീറോയുടെ തൊട്ടടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവളുടെ ഉദ്ദേശം, എന്താണ് ചെയ്യാൻ പോകുന്നത് അതൊന്നും അറിയില്ല. പക്ഷെ തൊട്ടടുത്ത് എത്തുമ്പോഴാണ് പട്ടി ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ ജെന്നറ്റ് അവിടുന്ന് പോയി. പക്ഷെ നേരത്തെ അടച്ചിട്ട മുറിയില്ലായിരുന്നോ, അതിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴും തുറക്കാനായി പറ്റുന്നില്ല. ദേഷ്യം വരുന്ന ഹീറോ പെട്ടെന്ന് തന്നെ താഴേക്ക് ചെന്ന് ഒരു മഴു എടുത്തോണ്ട് അങ്ങോട്ട് വരിക. പക്ഷെ ഇപ്പോഴാണ് കാണുന്നത് ആ മുറിയുടെ വാതിലിപ്പോൾ തുറന്നു കിടക്കാണ്. മെല്ലെ ആ മഴവും കൊണ്ട് ആരേലും വന്ന് അപ്പം തന്നെ അടിക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ട് അതിനകത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ഒരു ചാരു കസാല അങ്ങനെ ആടുന്നത്. സംഗതി ഏതോ ഒരു ആത്മാവിന്റെ പരിപാടിയാണെന്ന് ഹീറോക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി. ഇപ്പോഴല്ല, നേരത്തെ മനസ്സിലായിട്ടുണ്ട്. ആ റൂമിലേക്ക് കയറുമ്പോഴാണ് മനസ്സിലാവുക ആ ചതപ്പിൽ വീണ് മരിച്ചിരുന്ന ജെന്നറ്റിന്റെ മകനില്ലായിരുന്നോ, അവന്റെ റൂമാണ് ഈ റൂം. അവിടെയെല്ലാം പാവക്കുട്ടികളും അത് ഇതൊക്കെ ആയിട്ട് ചെറിയ കുഞ്ഞിന്റെ റൂമല്ലേ, അതുകൊണ്ട് തന്നെ കളിപ്പാട്ടങ്ങളാൽ സമ്പന്നമായിരിക്കുന്ന റൂം. അന്നേരാണ് അവിടെ ഉണ്ടായിരുന്ന വാൾപേപ്പറിന് തൊട്ടു പിന്നിലായി എന്തോ എഴുതി വെച്ചതുപോലെ കാണുക. ഹീറോ അത് ചെന്ന് പറിച്ചെല്ലാം തൊലച്ച് നോക്കുമ്പോഴാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് നിനക്കവനെ രക്ഷിക്കാമായിരുന്നു എന്നാണ്. അപ്പോഴാണ് തൊട്ടു പിന്നീന്ന് ഒരു പാവക്കുട്ടി വർക്ക് ചെയ്യുന്നത്. അതിനെ ആരാ ഇപ്പൊ വർക്കാക്കി വിട്ടിരിക്കുന്നത് അതറിയില്ല. എന്തായാലും ഞാനല്ല. നമ്മുടെ ആൾ അടുത്ത മുറിയിലേക്ക് ചെന്ന് അവിടെയുള്ള ജനലിൽ കൂടെ മഴയത്ത് പുറത്തേക്ക് നോക്കുന്നേരം അവിടെ ചതപ്പിൽ കുഴിച്ചു വെച്ചിരുന്ന ഒരു കുരിശ് കണ്ടില്ലായിരുന്നോ നമ്മള്? ആ കുരിശിന്റെ അടുത്തിന്ന് ആ ചതപ്പിന്ന് ആ പയ്യൻ അങ്ങനെ എഴുന്നേറ്റ് വരുന്നതാണ് കാണുന്നത്. നല്ലപോലെ പേടിയാവുന്നുണ്ട്. പെട്ടെന്നാണ് ചില്ലില് ആരോ കൈ വെച്ചിരിക്കുന്ന കാണുക. അതിലേക്ക് കൈ വെക്കുമ്പോ ഒരു ലേഡി ആ ചില്ലിക്കൂടെ ആർക്കുന്നാണ് കാണുക, കരയുന്നാണ് കാണുക. അപ്പൊ തന്നെ പിന്നിലേക്ക് മാറും. പട്ടിക്കുട്ടിയാണേല് താഴെ ഡോറിന് മുന്നിൽ നിന്ന് കുരച്ചോണ്ടിരിക്കുക. താഴേക്ക് ചെല്ലുമ്പോൾ അവിടെ ആരോ തുറക്കാനായി ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോഴാ പയ്യനായിരിക്കും. നല്ലപോലെ പേടിയാവുന്നുണ്ടെങ്കിലും തുറക്കണ്ടെന്ന് എത്രയൊക്കെ വിചാരിച്ചാലും പെട്ടെന്ന് തുറന്നു നോക്കും. എന്നാൽ പുറത്ത് ആരെയും കാണുന്നില്ല. കിട്ടിയ ധൈര്യത്തിൽ പുറത്തേക്ക് ചെന്ന് ആരെങ്കിലും അവിടെ ഇവിടെ ഉണ്ടോ നോക്കുന്നേരം അവിടെ കാട്ടീന്നായി ആ നാട്ടിൽ മരിച്ചു പോയിരുന്ന എല്ലാ കുട്ടികളും ഹീറോയെ അങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. ചുരുക്കി പറഞ്ഞ വന്ന ധൈര്യം അതുപോലെ തന്നെ തിരിച്ചു കയറി. ധൈര്യം വന്നൊരു പോക്ക്. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഓടി ചെന്ന് വാതിലടയ്ക്കുമ്പോഴാണ്
ചെല്ലുമ്പോഴാണ് പയ്യൻ അകത്തേക്ക് പോയിരിക്കുന്നതിന്റെ പാട് കാണുക. അതിന്റെ തൊട്ടു പിന്നാലെ ചെല്ലുന്നേരം പയ്യന്റെ റൂമിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. പക്ഷെ അവിടെ ചെല്ലുന്നേരം അവിടെ ആരും കാണുന്നില്ല. അതങ്ങനെയാണല്ലോ വരിക. എന്നാൽ പയ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും വരുന്നതൊക്കെ ആയിട്ട് എന്തൊക്കെയോ കാണുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ജെന്നറ്റ് അവിടെ നിന്ന് ആത്മഹത്യ ചെയ്യുന്ന കാണുന്നത്. ഹീറോ അപ്പം തന്നെ പേടിച്ച് താഴേക്ക് വീഴും. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം മകൻ മരിച്ചു പോയതിന്റെ വിഷമത്തില് ജെന്നറ്റ് ആത്മഹത്യ ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. പേടിച്ചെഴുന്നേൽക്കുന്ന ഹീറോ കയ്യിലുണ്ടായിരുന്ന മെഴുകുതിരി കത്തിക്കാനായി തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുമ്പോഴാണ് തൊട്ടു പിന്നിൽ ആ പയ്യൻ ചളിയിൽ കുളിച്ചു നിൽക്കുന്നത് കാണുക. പെട്ടെന്ന് പേടിച്ചിറങ്ങി താഴേക്ക് പോകാനായി ഓടുമ്പോഴാണ് അവിടെ ബാൽക്കണിയുടെ സ്റ്റെപ്പിന് തൊട്ടടുത്തായി ജെന്നറ്റ്. വേറെ വഴിയില്ല, തൊട്ടടുത്ത് കണ്ടിരുന്ന റൂമിൽ ചെന്ന് കയറും. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ബെഡിലും ആ പയ്യൻ മെല്ലെ എഴുന്നേറ്റ് വരികയാണ്. ഇതിലും ഭേദം ബാൽക്കണിയിൽ നിൽക്കുന്ന ജെന്നറ്റാണെന്ന് വിചാരിച്ചുകൊണ്ട് ഹീറോ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടും. എന്നാൽ ഇപ്പോഴവിടെ ജെന്നറ്റ് ഇല്ല. അങ്ങനെ താഴേക്ക് ഇറങ്ങി ഓടി വാതിലുറക്കുമ്പോൾ തൊട്ട് മുന്നിൽ തന്നെ നമ്മുടെ സാമുവലാണ് നിൽക്കുന്നത്. സാമുവലിന് അന്ധവിശ്വാസങ്ങളിലൊന്നും വലിയ വിശ്വാസം ഇല്ലെങ്കിലും ഹീറോ ഇങ്ങോട്ട് വന്നിരിക്കുമ്പോൾ എന്തേലും കണ്ട് പേടിച്ചിരിക്കാം എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിറ്റേന്ന് രാവിലെ നേരത്തെ ഹീറോയെ കൊണ്ടുപോകാനായി വന്നിരിക്കുന്നത്. പോകുന്ന വഴിയിൽ ഹീറോ പറയും, ഞാൻ ആ സ്ത്രീയെ അവിടെ വെച്ച് കണ്ടു, അവരുടെ മകനെയും അവിടെ വെച്ച് കണ്ടു. എന്നാൽ സാമുവൽ ഒരു അന്ധവിശ്വാസി അല്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും വിശ്വസിക്കില്ല. ഹീറോ ചോദിക്കും, ആ വീട്ടിൽ ഇതുപോലെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അതെല്ലാം നിങ്ങൾ എന്തുകൊണ്ട് മറച്ചു വെച്ചു? എന്നാൽ അങ്ങേര് പറയാ, എനിക്കിതിലൊന്നും വിശ്വാസമല്ല, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. നീ അവിടെ എത്തിയപ്പോൾ നിന്റെ പേടി കൊണ്ട് നിനക്ക് പല കാര്യങ്ങളും തോന്നി, ചിലപ്പോൾ അതായിരിക്കാൻ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഹീറോ പറയും, നിങ്ങൾക്ക് വിശ്വാസമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങൾ വിശ്വസിക്കാനായി തയ്യാറായില്ല. എന്തായാലും യാത്ര ചെയ്ത് അവരെത്തുന്നത് ജെറോമിന്റെ വീടിന്റെ മുന്നിലാണ്. എന്നാൽ അപ്പോഴാണ് അവർ കാണുക ജെറോമിന്റെ വീട് നിന്നങ്ങനെ കത്താണ്. എല്ലാവരും വെള്ളമൊഴിച്ചെല്ലാം നോക്കുന്നുണ്ട്, എന്നാൽ അണയുന്നൊന്നുമില്ല. ജെറോമും ഭാര്യയാണേല് ആകെ പേടിച്ചിരിക്കുക. കാരണം എന്താന്ന് വെച്ചാൽ ജെറോമിന്റെ ഒരു മകളില്ലായിരുന്നോ, അവളെയാണേല് ബേസ്മെന്റിൽ പൂട്ടി വെച്ചായിരുന്നോ വളർത്തിയിരുന്നത്. അവളെയാണെ രക്ഷപ്പെടുത്താനായി പറ്റിയില്ല. അവൾ ആ തീ തന്നെയാണ് കിടക്കുന്നത്. ഹീറോയാണെങ്കിൽ ഒന്നും നോക്കാതെ ആ വീട്ടിലേക്ക് ഓടിച്ചെന്ന് കയറും. ബേസ്മെന്റിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് കാണുക ആ പെൺകുട്ടിയില്ലേ, അവൾ ആ തീയുടെ നടുവില് അങ്ങനെ എന്തോ ബാധ പിടിച്ച പോലെ നിൽക്കുകയാണ്. അവളുടെ തൊട്ടു പിന്നിലേക്ക് നോക്കുന്നേരം ആ സ്ത്രീയില്ലായിരുന്നോ ജെന്നറ്റ്, അവളുടെ രൂപം നിൽക്കുന്നതായി കാണാൻ പറ്റും. ഹീറോ പെട്ടെന്ന് തന്നെ കുട്ടിയോട് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വേഗം വാന്ന് പറയും. എന്നാൽ അവൾ നിന്ന നിപ്പില് കയ്യിലുണ്ടായിരുന്ന വിളക്ക് തറയിലിട്ട് അതിന്റെ തീയിൽ അങ്ങനെ കത്താൻ തുടങ്ങി. വേറൊരു വഴിയില്ലാത്തോണ്ട് തന്നെ ഹീറോ പെട്ടെന്ന് തന്നെ ഓടി വന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോഴേക്ക് അവർക്ക് മനസ്സിലായി മകൾ മരിച്ചു എന്നുള്ള കാര്യം. ഇനി അവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാവുന്ന നേരം രണ്ടുപേരും കൂടെ സാമുവലിന്റെ വീട്ടിലേക്കാണ് ചെല്ലുക. അവിടെ വെച്ച് ഹീറോ പറയും, ഞാൻ ആ വീട്ടിൽ വെച്ചും ആ ബേസ്മെന്റിൽ വെച്ചും ഞാൻ ആ സ്ത്രീയെ കണ്ടു, ജെന്നറ്റിനെ കണ്ടു. എന്നാൽ ഹീറോ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്ന നേരം അങ്ങേർക്കൊരു സംശയം, ഇനി അഥവാ ആ സ്ത്രീ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമോ? അപ്പോഴാണ് ഹീറോക്ക് എന്തോ ഒരു സംശയം തോന്നുന്നത്. അപ്പൊ തന്നെ ഹീറോ സാമുവലിന്റെ ഭാര്യയെ കാണാനായി, അതായത് മാനസികമായി കുറച്ച് പ്രശ്നമുള്ള സാമുവലിന്റെ ഭാര്യയില്ലായിരുന്നോ, അവളെ കാണാനായി നേരെ ചെല്ലുക. മകന്റെ കല്ലറക്കരികിൽ നിൽക്കുന്ന അവരോട് ഹീറോ ചോദിക്കും, നിങ്ങളുടെ മകൻ എങ്ങനെയായിരുന്നു മരിച്ചെന്ന്? എന്റെ മകൻ കടൽ തീരത്ത് നിന്ന് കളിച്ചോണ്ടിരിക്കുന്ന നേരം തിരമാലയിൽ പെട്ടാണ് മരിച്ചതെന്ന് പറയും. കൂടെ അവർ ചോദിക്കും, ഈ നാട്ടുകാരെല്ലാവരോടും നിന്നോട് ആ വീട്ടിലേക്ക് പോണ്ടാന്ന് പറഞ്ഞപ്പോഴും നീ അങ്ങോട്ട് പോയി. എന്നാൽ ഇക്കാര്യത്തിലെല്ലാം നിനക്ക് എന്തെങ്കിലും കുറ്റബോധം ഉണ്ടോ? ഹീറോ പറയും, എനിക്കെന്തിനു കുറ്റബോധം, എനിക്ക് അങ്ങനെയൊന്നുമില്ല. നീ അവിടെ വെച്ച് ആ സ്ത്രീയെ കണ്ടിരുന്നോ? നമ്മുടെ ആൾ അതേന്ന് പറയുമ്പോഴാണ് അവർ പറഞ്ഞു കൊടുക്കുക, ആ സ്ത്രീ ഇല്ലേ ജെന്നറ്റ്, ആ ജെന്നറ്റിന്റെ രൂപത്തെ ആ നാട്ടിൽ ആരെയും ആ ഏരിയയിൽ വെച്ച് കണ്ടാല് പിന്നെ ഉറപ്പിക്കാം നാട്ടിൽ ഏതെങ്കിലും ഒരു കുട്ടി മരിക്കും. ഹീറോ ആദ്യം തന്നെ ജെന്നറ്റിന്റെ രൂപത്തെ കണ്ട് തിരികെ വന്നപ്പോഴാണ് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ പെൺകുട്ടി കെമിക്കൽ കുടിച്ചു വന്ന് മരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ തവണ കണ്ടുവന്നപ്പോഴാണ് ജെറോമിന്റെ മകള് ആ ബേസ്മെന്റിൽ വെച്ച് തീ കൊളുത്തി മരിക്കുന്നത്. അവര് പറയും, ഈ നാട്ടിലെ പല കുട്ടികളും ഇതേ രീതിയിലാണ് മരിച്ചിരിക്കുന്നത്. എന്റെ മകനും മച്ചിന്റെ പുറത്തുനിന്ന് കളിച്ചുകൊണ്ടിരുന്ന 3 പെൺകുട്ടികളും ഈ നാട്ടിലെ പല കുട്ടികളും ഇതേ രീതിയിലാണ് മരിച്ചിരിക്കുന്നത്. പെട്ടെന്ന് അവരുടെ ശബ്ദമാകെ മാറി അവിടെ ഉണ്ടായിരുന്ന ചുമരില് എന്തോ ഒരു ചിത്രം വരയ്ക്കാണ്. അതിന്റെ കൂടെ തന്നെ ആ സ്ത്രീ ബോധം പോയി താഴേക്ക് വീഴും. ഹീറോ ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഒരു ട്രെയിനും കൂടെ തന്നെ മരിച്ചു കിടക്കുന്ന രണ്ടാളുടെ ചിത്രവുമാണ് വരച്ചിരിക്കുന്നത്. ഇത് കാണുന്ന ഹീറോക്ക് ചെറിയൊരു സംശയം, എന്തോ ഒരു കാര്യം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഹീറോയുടെ മകനും ആയയും ആ നാട്ടില് ഹീറോയുടെ നാട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഹീറോ ഈ നാട്ടിലേക്ക് വന്നാല് ഒരാഴ്ചയ്ക്ക് ശേഷം അവരോട് ഇങ്ങോട്ട് വരാനായി പറഞ്ഞിരുന്നു. എന്നാൽ അവർ ഇന്നാണ് ഇങ്ങോട്ട് വരാനായി പോകുന്നത്, അതും ട്രെയിനിൽ തന്നെയാണ് വരുന്നത്. ഈ നാടിന്റെ ഈ ഒരു സാഹചര്യത്തിൽ ഹീറോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഹീറോയുടെ മകനും ആയയും ഈ നാട്ടിലേക്ക് വരുന്ന ഒരിക്കലും നല്ലതിനല്ല. അതെന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കാനായി പോവാണെന്ന് മനസ്സിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ടെലഗ്രാം ഓഫീസിലേക്ക് വണ്ടിയിൽ പോവാണ്. അവിടെ നിന്ന് ഇപ്പം ടെലഗ്രാം അടിച്ചാൽ അവർ ട്രെയിനിൽ കയറുന്നതിന് മുന്നേ അവർക്ക് ആ മെസ്സേജ് കിട്ടും. അങ്ങനെയാണെങ്കിൽ അവർ ഇങ്ങോട്ട് വരാനായി പോകുന്നില്ല. പക്ഷേ ടെലഗ്രാം ഓഫീസിന് മുന്നിലെത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിന്ന് തുറന്നിട്ടില്ല. സംഗതികളെല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായി. എന്തായാലും അവരിപ്പം തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് യാത്രയാകും. അപ്പോഴാണ് ഹീറോക്ക് ഒരു ആശയം തോന്നുന്നത്, ജെന്നറ്റിന്റെ മകന്റെ ബോഡി ആ ചതപ്പിൽ നിന്ന് ഇത്ര കാലമായിട്ടും പുറത്തേക്ക് എടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ജെന്നറ്റ് ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് തന്റെ മകന്റെ ബോഡി കാണാനായിരിക്കും, ആ ചതപ്പിൽ നിന്ന് മകന്റെ ബോഡി പുറത്തെടുക്കാനായിരിക്കും. ഇത്രയും കാലം ആരും ചെയ്തു നോക്കാത്ത ഈ ഒരു സാഹസം ഇപ്പൊ ചെയ്തു നോക്കുകയാണെങ്കിൽ, അതായത് ആ മകന്റെ ബോഡി എങ്ങനെയും ആ ചതപ്പിൽ നിന്ന് പുറത്തെടുക്കാനായി പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ജെന്നറ്റ് ഇത് അവസാനിപ്പിച്ചാലോ എന്ന് സാമുവൽ പറയും. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ആ ചതപ്പിൽ നിന്ന് ആ മുങ്ങിപ്പോയ കാറും അതിന്റെ കൂടെ തന്നെ ആ
പയ്യന്റെ ബോഡിയും പുറത്തെടുക്കാനായി പോകുന്നത്. അതിന് നമ്മളെ കൊണ്ട് പറ്റുമോ? ഹീറോ പറയും, ഈ നാട്ടിൽ മറ്റാരുടെയും കയ്യിലില്ലാത്തൊരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ട്. അതെന്താന്ന് വെച്ചാൽ അങ്ങയുടെ കാറ് തന്നെയാണ്. ചതപ്പിൽ മുങ്ങിപ്പോയിരിക്കുന്ന കാറ് ഈ ഒരു കാറ് കൊണ്ട് കെട്ടി വലിച്ച് പുറത്തേക്ക് എടുക്കാനായി പറ്റും. ചിലപ്പോൾ എടുക്കാനായി പറ്റും, ചിലപ്പോൾ പറ്റില്ല. എന്തായാലും ശ്രമിച്ചു നോക്കാനായി പറ്റുമല്ലോ. അതാണ് ഹീറോ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അപ്പം തന്നെ അവർ വള്ളിയും കയറും എല്ലാം കൂടിയായി നേരെ ആ ചതപ്പുള്ള ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ ഒരു കുരിശ് നാട്ടി വെച്ച് നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ? ആ ഭാഗത്താണ് ആ പയ്യന്റെ ബോഡിയും ആ കാറും താഴ്ന്നു പോയിരിക്കുന്നത്. ഹീറോ പെട്ടെന്ന് തന്നെ ആ കയറെടുത്ത് ആ കാറിലും കെട്ടി ഹീറോയുടെ ബോഡിയിലും കെട്ടും. അങ്ങനെ ആ ചതപ്പിലേക്ക് മെല്ലെ ഇറങ്ങാനായി പോവാണ്. അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് വരുമോ അതൊന്നും പറയാനായി പറ്റില്ല. പക്ഷെ മകന്റെ ജീവൻ രക്ഷിക്കണേൽ ഇതെന്തായാലും ചെയ്തേ പറ്റൂ, ചെയ്തു നോക്കിയേ പറ്റൂ. അങ്ങനെ ആ കയറും കെട്ടിക്കൊണ്ട് ഹീറോ ആ ചതപ്പി കൂടെ മെല്ലെ മെല്ലെ വേച്ച് ആ കുരിശിന്റെ അടുത്ത് ചെന്നെത്തും. അങ്ങനെ ഒറ്റ താഴ്ചയിൽ താഴേക്ക് പോകുന്ന ഹീറോ കുറച്ച് കഴിഞ്ഞാണ് മേലേക്ക് വരിക. ആ പയ്യന്റെ ബോഡിയും ആ കാറും എന്റെ കാലിന്റെ താഴെ തന്നെയുണ്ട്. ഞാൻ ഒന്നുകൂടെ താഴേക്ക് പോയാൽ അത് ആ കാറിൽ കെട്ടിവെക്കും, നിങ്ങൾ വലിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ വീണ്ടും ചതപ്പിലേക്ക് തന്നെ താഴ്ന്നു പോകും. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആളുടെ അനക്കമോ ചതപ്പിന്റെ അനക്കമോ അങ്ങനെയൊന്നും കാണാനേ ഇല്ല. അങ്ങേര് പേടിച്ച് സാമുവൽ പേടിച്ച് പെട്ടെന്ന് തന്നെ കാറ് പിന്നിലേക്ക് വലിക്കും. പക്ഷെ കാറ് ചതപ്പിനടിയിലായതുകൊണ്ട് തന്നെ എത്രയൊക്കെ വലിച്ചാലും പിന്നിലേക്ക് വരുന്നില്ല. അങ്ങേര് പിന്നെയും കഷ്ടപ്പെട്ട് നോക്കുകയാണ്. എന്നാൽ മെല്ലെ ആ കാറ് പൊങ്ങി വരുന്ന കാണാം. ആദ്യം ഹീറോയാണ് മേലേക്ക് തലയിടുക. ആ പയ്യന്റെ ബോഡിയാണ് ഹീറോയുടെ കയ്യിൽ തന്നെയുണ്ട്. അത് ഇത്ര കാലമായിട്ടും ജീർണിച്ചൊന്നും പോയിട്ടില്ല, അത് അതുപോലെ തന്നെയുണ്ട്. പക്ഷെ എത്രയൊക്കെ വലിച്ചാലും ആ കാറ് ചതപ്പിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനായി പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോ കാറിൽ നിന്ന് മെല്ലെ പുറത്തിറങ്ങി ആ ചതപ്പി കൂടെ തന്നെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലും. അവരപ്പം തന്നെ ഇൽമാ ഹൗസിലേക്ക് ചെന്ന് ഹീറോയും കുളിച്ച് ആ പയ്യന്റെ ബോഡിയും നല്ലപോലെ കുളിപ്പിച്ച് വൃത്തിയായി പൊതിഞ്ഞെടുക്കും. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജെന്നറ്റിന് ഈ ബോഡി കാണിച്ചു കൊടുക്കണം. തന്റെ മകനിതാ ഇവിടെ എത്തിയെന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ആ ബോഡിയും കൊണ്ട് ഹീറോ നേരെ ആ പയ്യന്റെ മുറിയിലേക്ക് തന്നെയാണ് ചെല്ലുക. അവിടെ ഉണ്ടായിരുന്ന കട്ടില് ബോഡി നല്ലപോലെ വെക്കും. കൂടെ ആ മുറിയിലുണ്ടായിരുന്ന എല്ലാ പാവകളുടെയും ചാവി തിരിച്ചു വെക്കും. അതോടുകൂടെ എല്ലാം കൂടെ ഇപ്പൊ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഈ നേരം ആ തുരുത്തിൽ മൊത്തം ഈ പാവകളുടെ ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. അപ്പോഴാണ് താഴെ നിൽക്കുന്ന സാമുവലിന്റെ തൊട്ട് പിന്നിലേക്ക് സാമുവലിന്റെ പണ്ട് മരിച്ചു പോയിരുന്ന മകനില്ലായിരുന്നോ അവൻ വരുന്നത്. അച്ഛാന്ന് വിളിച്ചോണ്ട് അവൻ ആ മുറിയിലേക്ക് കയറി ചെല്ലും. സാമുവലും തൊട്ട് പിന്നാലെ ചെന്ന് ജോസഫ് മകനെ നീ എവിടെയെന്ന് ചോദിച്ചു നോക്കുമ്പോൾ ജനലിൽ കൂടെ ഒരു പെൺകുട്ടി അങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കാണുക. ആശാൻ അപ്പം തന്നെ പേടിച്ച് തിരിഞ്ഞോടാൻ നോക്കുമ്പോഴേക്ക് അവിടെ ഉണ്ടായിരുന്ന വാതിൽ അടഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഹീറോയെ അങ്ങനെ ആർത്ത് വിളിക്കുക. ഈ നേരം മേലെ റൂമിൽ നിൽക്കുന്ന ആർദർ അവിടെ ഉണ്ടായിരുന്ന ചാരു കസാലയില്ലായിരുന്നോ അത് മെല്ലെ ആടുന്നാണ് കാണുക. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ജെന്നറ്റ് ഇങ്ങോട്ട് വരാനായി പോവാണ്. ഹീറോയെ ആ വരാന്തയിലേക്ക് നോക്കും നേരം ദൂരെ വരെ കത്തിച്ച് വെച്ചിരുന്ന മെഴുകുതിരിയെല്ലാം അണഞ്ഞണഞ്ഞ് അങ്ങനെ വരിക. മുഴുവനും അണഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ആരെയും കാണുന്നില്ല. ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതിരിക്കുന്ന നേരാണ് തൊട്ട് പിന്നെന്ന് ജെന്നറ്റിന്റെ പ്രേതം ഹാന്നും ശബ്ദം ഉണ്ടായിക്കൊണ്ട് വരുന്നത്. ഹീറോ പെട്ടെന്ന് തന്നെ മാറിക്കളയുമ്പോൾ അവൾ നേരെ ചെല്ലുന്നത് മകന്റെ ബോഡിയുടെ അടുത്തേക്കാ. പിന്നെ പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്നറിയില്ല, ജെന്നറ്റിനെ പിന്നെ അവിടെ കാണുന്നില്ല. അന്നേരം താഴെ കുടുങ്ങിപ്പോയിരുന്ന സാമുവൽ ഇല്ലായിരുന്നോ അങ്ങനെ മേലെ കയറി വരും. ആർദർ എന്താ എല്ലാം ഓക്കെ ആയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും ഓക്കെ ആയെന്നാണ് തോന്നുന്നത്, അവൾ ഇവിടെ എവിടെയും കാണുന്നില്ല. ഓക്കെ ആയെന്ന് വിചാരിക്കാം. അവരപ്പം തന്നെ ആ പയ്യന്റെ ബോഡിയും കൊണ്ട് ജെന്നറ്റിന്റെ കല്ലറക്കരികിലേക്ക് ചെന്ന് കല്ലറയും കുത്തി തുറന്ന് ആ ബോഡി അതിനുള്ളിൽ വെക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. ജെന്നറ്റിന്റെ അസ്ഥി മാത്രമാണ് ഇപ്പോൾ അവിടെ ബാക്കിയായിരിക്കുന്നത്. അവർ ആ അസ്ഥിയോട് ചേർത്ത് തന്നെ മകന്റെ ബോഡി വെച്ച് അടക്കം ചെയ്യും. അവിടുന്ന് ഹീറോ നേരെ ചെല്ലുന്നത് മകനെ കാണാനാണ്. മകൻ ഇന്ന് രാത്രിയാണ് ട്രെയിനിൽ അവിടെ എത്താനായി പോകുന്നത്. നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന അതേ സമയം തന്നെയാണ് മകനും അവിടെ എത്തുന്നത്. മകനെ കാണുമ്പോൾ തന്നെ ഹീറോക്ക് വലിയ സന്തോഷമാവും. ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒന്നിനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചു കിട്ടി എങ്ങനെ ഇരിക്കും? അതേ അവസ്ഥയിലാണ് ഹീറോ ഇപ്പം നിൽക്കുന്നത്. അവനെ എങ്ങനെ കെട്ടിപ്പിടിക്കുക. കൂടെയുള്ള ആയോട് പറയും നമ്മൾ ഒരിക്കലും ഇവിടെ നിൽക്കാനായി പോകുന്നില്ല, നമ്മൾ ഇപ്പം തന്നെ തിരിച്ച് നാട്ടിലേക്ക് 3 ടിക്കറ്റ് എടുക്കാനായി പോവാണ്. കാരണങ്ങളൊക്കെ ഞാൻ പോകുന്ന വഴിയിൽ പറഞ്ഞുതരാം, എന്തായാലും നീ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുക്കുക. അങ്ങനെ അവൾ ടിക്കറ്റ് എടുക്കാനായി അവിടെ നിൽക്കുന്ന സ്റ്റാഫിന്റെ അടുത്തേക്ക് ചെല്ലും. ഈ നേരം സാമുവൽ ഹീറോയോട് ചോദിക്കും നിനക്ക് ഇന്ന് തന്നെ പോകേണ്ട ആവശ്യമുണ്ടോ? നിനക്കൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പോയാൽ പോരെ? അതിന് ഹീറോ ഞാൻ ഒരിക്കലും ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ ഇപ്പം തന്നെ പോവാണ്, എനിക്ക് എങ്ങനെയും വീട്ടിൽ എത്തിയാൽ മാത്രം മതിയെന്നാണ് ഹീറോ പറയുന്നത്. ഈ നേരം ദൂരെ നിന്ന് ട്രെയിൻ അങ്ങോട്ട് വരുന്നുണ്ട്. ട്രെയിൻ അങ്ങോട്ട് വരുന്ന നേരം ഹീറോയുടെ മകനാണേൽ ആ ട്രെയിനിലേക്ക് നോക്കി നിൽക്കുക. പിന്നെ അവൻ മെല്ലെ ആ ട്രെയിനിനടുത്തേക്കാണ് അങ്ങനെ പോകുന്നത്. അവനെയാണേൽ ആരും കാണുന്നില്ല. ഹീറോയാണേൽ സാമുവലിനോട് സംസാരിച്ചിരിക്കുകയാണ്. ആയാണേൽ അവിടുന്ന് ടിക്കറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഹീറോ സൈഡിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ ജെന്നറ്റ് നിൽക്കുന്നത് കാണുക. അപ്പം തന്നെ മകനെ നോക്കും. മകനെ നോക്കുന്ന നേരം അവൻ ആ റെയിൽവേ ട്രാക്കിൽ കൂടെ ട്രെയിൻ അടുത്തേക്ക് പോവുക. പിന്നെ ഒന്നും നോക്കില്ല, അപ്പം തന്നെ ട്രാക്കിലേക്ക് ചാടി അവൻ എടുത്ത് ഓടി രക്ഷപ്പെടാനായി നോക്കുകയാണ്. എന്നാൽ ട്രെയിൻ തൊട്ടടുത്തെത്തി. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ ട്രെയിൻ ഹീറോ ഇടിച്ചെന്നാണ്, കാരണം അത്രയും അടുത്തെത്തിയല്ലോ. ഈ നേരം സാമുവൽ നോക്കുമ്പോൾ കാണുന്നത് ജെന്നറ്റിനെയും അവൾ ഇതുവരെ കൊന്നിരിക്കുന്ന കുട്ടികളെയുമാണ്. എന്നാൽ ഇപ്പോഴാണ് നമ്മൾ ഹീറോയെ കാണുന്നത്. ആൾക്കൊന്നും പറ്റിയിട്ടില്ല. എന്നാൽ ചുറ്റുഭാഗത്തേക്ക് നോക്കുന്ന നേരം അവിടെ സാമുവലിനെയും കാണുന്നില്ല, ആയെയും കാണുന്നില്ല. സംഗതി എന്താന്ന് വെച്ചാൽ ഹീറോയും മകനും കൂടെ ട്രെയിൻ ഇടിച്ച് മരിച്ചു. ഹീറോക്കും ഇപ്പോഴാണ് കാര്യം മനസ്സിലായിരിക്കുന്നത്. അങ്ങനെ എഴുന്നേറ്റിരിക്കുന്ന നേരം മകൻ തൊട്ടു പിന്നിലേക്ക് ചൂണ്ടിക്കാണിച്ച് അച്ഛാ ആ സ്ത്രീ ആരാന്ന് ചോദിക്കും. ഹീറോ തിരിഞ്ഞു നോക്കുന്ന നേരം ഭാര്യയാണ് അവിടെ നിൽക്കുന്നത്. മകനോട് അത് നിന്റെ അമ്മയാ മോനെന്നും പറഞ്ഞുകൊണ്ട് നേരെ അവൾക്കരികിലേക്കാണ് ചെല്ലുക. അങ്ങനെ അവരെല്ലാവരും കൂടെ കയ്യും പിടിച്ചുകൊണ്ട് പുതിയൊരു ലോകത്തേക്ക് പോകുന്നത് കാണിച്ച്
ദ വുമൺ ഇൻ ബ്ലാക്ക് എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇതിൽ ജെന്നിറ്റ് കാണിച്ചത് ഒരിക്കലും ശരിയായില്ല. ജെന്നിറ്റിന്റെ സഹോദരി പോലും ചെയ്യാത്തൊരു കാര്യമാണ് ഇതിൽ ഹീറോ ചെയ്തിരിക്കുന്നത്. ചതുപ്പിൽ വീണുപോയ മകനെ ഇത്രയും കാലമായിട്ട് ജെന്നിറ്റിന്റെ സഹോദരി പോലും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. എന്തിന്? ആ നാട്ടുകാർ പോലും പുറത്തേക്ക് കൊണ്ടുവരാനായി ശ്രമിച്ചിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയമാണ് ഹീറോ അങ്ങോട്ട് ചെല്ലുന്നതും ആ ചതുപ്പിൽ സ്വന്തം ജീവൻ പണയം വെച്ച് ഇറങ്ങുന്നതും മകന്റെ ബോഡി പുറത്തേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ടും ജെന്നിറ്റ് എന്തുകൊണ്ട് ഹീറോയോട് ഇങ്ങനെ ചെയ്തു? അങ്ങനെ ഒരിക്കലും ചെയ്യാനായി പാടില്ല. പിന്നെ ജെന്നിറ്റ് ചേച്ചിയോട് ഒരു കാര്യം, ഞാൻ നിങ്ങൾക്കെതിരെ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളുമായി യാതൊരു തർക്കത്തിനുമില്ല. ഞാൻ വളരെ നല്ലൊരു മനുഷ്യനാണ്. ഞാൻ മാന്യമായി ജീവിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഇതിനെപ്പറ്റി ചോദിക്കാനും പറയാനും ഒന്നും വരരുത് പ്ലീസ്. പിന്നെ നിങ്ങളൊരു മനുഷ്യനല്ലേ, അല്ല ഒരു പ്രേതല്ലേ? പ്രേതങ്ങൾക്കും തെറ്റൊക്കെ പറ്റും. ഞാൻ അതുകൊണ്ട് ആ ഒരു കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. നിങ്ങൾ കാര്യമാക്കണ്ട, ഓക്കെ? എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ ഇതുപോലെ നല്ലൊരു സിനിമയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ. ജെന്നിറ്റേച്ചിയെ ഞാൻ വെറുതെ പറഞ്ഞാട്ടോ, അതൊന്നും കാര്യമാക്കണ്ട. ഞാനൊരു പേടിതൊണ്ടനാ. സ്കൂളിൽ ഏറ്റവും കൂടുതൽ പേടിച്ചതിന് എനിക്ക് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പ്ലീസ്.